ഹലോ, ഇന്ന് നമുക്ക് കേസ് ഓഫ് കൊണ്ടാന എന്ന കന്നഡ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, പോലീസ് ഓഫീസറായ വിൽസൺ ഒരു കൊലപാതകം ചെയ്തു. അതൊരു കയ്യബദ്ധം പറ്റി സംഭവിച്ചതായിരുന്നു. അത് മായ്ക്കാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ മറ്റൊരു കൊലപാതകത്തിലേക്ക് നയിച്ചു. ഈ കേസ് അന്വേഷിക്കാൻ ലക്ഷ്മി എന്നൊരു ഉദ്യോഗസ്ഥയെത്തും. ഒരു പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു പോലീസിന്റെ കഷ്ടപ്പാടുകൾ. ഒടുവിൽ ആ കേസ് എന്തായെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗുണ്ടയെ കാണിക്കുന്നു. അത്യാവശ്യം നല്ല പിടിപാടൊക്കെ അയാൾക്കുണ്ട്. ആരവനെ എതിർത്താലും കൊന്നുകളയുകയാണ് ചെയ്യുന്നതും. മറ്റൊരു വശത്ത് പാനിപൂരി കട നടത്തുന്ന നോർത്ത് ഇന്ത്യനായ രാജുവിനെ കാണിക്കുന്നു. രാജു തന്റെ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. മകന് സുഖമില്ല. അത്യാവശ്യമായി ഒരു സർജറി നടത്തണം. അതിന് 15 ലക്ഷമാകും. ആ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെങ്കിലോ മറ്റൊരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്യും. അവിടെ പോയാൽ 5 ലക്ഷത്തിന് സർജറി നടക്കുമെന്നും പറയും. ആ 5 ലക്ഷം എങ്ങനെ ഒപ്പിക്കുമെന്ന ചിന്തയാണ് രാജുവിന്. അതിനുശേഷം കാണിക്കുന്നത് നായികയായ ലക്ഷ്മിയുടെ അച്ഛനെയാണ്. ഈ ലക്ഷ്മി അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അതുപോലെ തന്നെ അച്ഛനും പോലീസ് ഓഫീസറാണ്. രാത്രിയിൽ വണ്ടിയിൽ വരികയായിരുന്നു അച്ഛൻ. അപ്പോൾ ഒരു സ്ത്രീ വണ്ടിക്ക് മുന്നിലേക്ക് ചാടും. വണ്ടി നിർത്തി കാര്യം തിരക്കുമ്പോഴോ അവരൊരു വീട് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ പോയി നോക്കുവാനായി പറയുന്നു. അങ്ങനെ ലക്ഷ്മിയുടെ അച്ഛൻ എന്തോ വശപ്പിച്ചൊക്കെ തോന്നി അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കഴുത്തറക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന വീടുടമയാണ്. അങ്ങനെ ലക്ഷ്മിയും ടീമും ആ കേസ് ഏറ്റെടുക്കും. മോഷണമാണോ അതിന് പിന്നിലെന്ന് പോലീസിന് നല്ല സംശയമുണ്ട്. മീഡിയയിലൊക്കെ വലിയ ചർച്ചയായി. ദണ്ഡപാളയം ടീമാണോ ഇതിന് പിന്നിൽ എന്നൊക്കെയൊരു സംശയമുണ്ടാകുന്നു. ഈ ദണ്ഡപാളയം ടീം എന്തെന്നാൽ, ആദ്യം ഒരു സ്ത്രീ ഒരു വീട്ടിൽ വന്ന് വെള്ളം ചോദിക്കും. അതിനുശേഷം ആ വീട് നോക്കി വെച്ചിട്ട് അവരുടെ ടീമിനെ അറിയിക്കും. അവർക്ക് അനുകൂലമായ സമയത്ത് ആ വീട്ടിൽ വന്ന് കൊള്ളയും കൊലയും ഒക്കെ നടത്തും. ചിലപ്പോൾ റേപ്പും നടക്കാറുണ്ട്. അതാണ് ദണ്ഡപാളയം മോഡൽ. അങ്ങനെ ലക്ഷ്മിക്ക് ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്നും നല്ല പ്രഷർ ഉണ്ടാകുന്നു. മീഡിയയിലൊക്കെ നല്ല ചർച്ചയായതിനാൽ ഇപ്പോൾ അന്വേഷിക്കുന്ന കേസ് നിർത്തിവെച്ചിട്ട് ഈ കേസ് അന്വേഷിക്കുവാനായി ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു. അങ്ങനെ ASI പോസ്റ്റിൽ വിൽസൺ എന്നൊരു ഉദ്യോഗസ്ഥൻ ജോയിൻ ചെയ്യുകയാണ്. ഡോക്യുമെന്റേഷൻ വർക്കൊക്കെ ചെയ്യുന്നത് വിൽസന്റെ ഉയർന്ന പോസ്റ്റിലുള്ള പോലീസ് ഓഫീസറാണ്. ആ ഓഫീസർ എനിക്ക് തരാനുള്ള കാശ് എപ്പോൾ തരുമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ തരുമെന്ന് വിൽസൺ മറുപടി പറയും. അങ്ങനെ ആ ഓഫീസർ ഡോക്യുമെന്റ് എല്ലാം എടുത്ത് ലക്ഷ്മിയെ കാണാനെത്തി. വിൽസൺ ജോയിൻ ചെയ്ത കാര്യവും പറയും. വിൽസണിനെ കാണാതെ തന്നെ ഡോക്യുമെന്റൊക്കെ സൈൻ ചെയ്ത് ലക്ഷ്മി സ്റ്റേഷനിലെ റെഗുലർ ഡ്യൂട്ടി നോക്കുവാനായും പറയുന്നു. ലക്ഷ്മി ആണെങ്കിലോ വിൽസനെ കാണാതെയാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞതും. അങ്ങനെ സ്റ്റേഷന് പുറത്ത് ഒരു ചെറിയ പ്രശ്നം നടക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ഗുണ്ടയുടെ ആളിനെ പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് വലിയ പ്രശ്നമാകുന്നു. പോലീസുകാർ ആ ഗുണ്ടയെ പേടിച്ച് അവരെ സമാധാനിപ്പിക്കുവാനൊക്കെ നോക്കുമ്പോഴോ അവിടെ എത്തുന്ന വിൽസൺ ഗുണ്ടയെ തല്ലും. നീ എന്തിന് ഇതിലിടപെട്ടു? അവരൊക്കെ വലിയ ആളുകളാണ്. അവരുമായി പ്രശ്നമുണ്ടാക്കാതിരുന്നാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ലതാണെന്ന് പറഞ്ഞ് മറ്റൊരു പോലീസ് വിൽസനെ മാറ്റുന്നു. വിൽസന് ആകെ ദേഷ്യം വന്ന് വീട്ടിലേക്കും പോവുകയാണ്. അതിനുശേഷം രാജുവിനെ കാണിക്കുന്നു. രാജു മകന്റെ ഓപ്പറേഷന് വേണ്ടി കുറച്ച് കാശ് ഒരു സേട്ടിനോട് കടം ചോദിച്ചിരിക്കുകയാണ്. സേട്ടാണെങ്കിലോ കടം നൽകാമെന്നും സമ്മതിക്കും. അതോടെ രാജുവിനും ഭാര്യയ്ക്കും സമാധാനമാകുന്നു. വിൽസൺ ആണെങ്കിലോ ഒരു പെണ്ണിനെ പ്രണയിക്കുകയാണ്. അത് രാജുവിന്റെ കുഞ്ഞിനെ ചികിത്സിച്ച ആ ഒരു ഡോക്ടറാണ്. വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്ന കാര്യമൊക്കെ അവൾ പറയുമ്പോഴും വിൽസൺ ആണെങ്കിലോ വലിയ താല്പര്യം കാണിക്കുന്നേയില്ല. അങ്ങനെ ഇരിക്കെ രാജു കാശിനായി സേട്ടിനെ വിളിക്കുമ്പോഴോ സേട്ട് ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് പുറത്തു പോയി 1 മാസം കഴിഞ്ഞേ വരൂ, കാശ് ഇപ്പോൾ തരാനാകില്ല എന്ന് പറയുന്നത് രാജുവിന് താങ്ങാനായില്ല. വീണ്ടും ഒരു കൊലപാതകം നടക്കുകയാണ്. ലക്ഷ്മിയാണെങ്കിലും ആ കേസ് അന്വേഷിക്കാനായും എത്തുന്നു. മോഷണത്തിനായി നടത്തിയ കൊലപാതകം തന്നെയാണ്. ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും പിന്നെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പയ്യനുമാണ് മരിച്ചത്. ഒരു കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് പുറത്തായിരുന്നതിനാൽ മകൾ രക്ഷപ്പെട്ടു. അവൾ വന്ന് നോക്കിയപ്പോഴാണ് വീട്ടിൽ മരണം നടന്നതറിഞ്ഞ് പോലീസിനെ അറിയിച്ചതും. ആ കുട്ടി പൊട്ടിക്കരയുന്നത് കാണുന്ന ലക്ഷ്മിക്ക് വിഷമം സഹിക്കാനായില്ല. എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കി. പക്ഷേ ഇല്ല. CCTV ചെക്ക് ചെയ്തപ്പോഴോ വന്ന ആ ഒരു ഗ്യാങ്ങിന്റെ മുഖം വ്യക്തമല്ല. അങ്ങനെ ഇരിക്കെ വിൽസൺ ആണെങ്കിലോ കാമുകിയുടെ വീട്ടിൽ പെണ്ണ് ചോദിക്കുവാനായി എത്തും. പക്ഷെ അവളുടെ ചേട്ടനാണെങ്കിലോ അവർ ജാതിയും മതവും ഒക്കെ നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴോ ദേഷ്യം വന്ന വിൽസൺ എഴുന്നേറ്റ് പോകും. പുറകെ പോയ കാമുകിയാണെങ്കിലോ വിൽസൺ അടുത്തെത്തി ചേട്ടനോട് സംസാരിക്കാൻ ഒരവസരം കൂടി തരാം, സ്ട്രോങ് ആയി സംസാരിക്കുവാനായും പറയും. അത് വിൽസൺ അംഗീകരിക്കും. അതേസമയം വിൽസണിനെ തല്ലുവാനായിട്ട് ആ ഒരു ഗുണ്ടയുടെ ഗ്യാങ് എത്തും. അവരുമായി ഒരു ഫൈറ്റ് നടക്കുന്നു. അവരെയൊക്കെ തല്ലി കാമുകിയും കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. പക്ഷെ ഗുണ്ടകൾക്ക് അവനോട് നല്ല ദേഷ്യമുണ്ട്. വിൽസണും കാമുകിയും വീണ്ടും പിണക്കമൊക്കെ മറന്ന് പ്രണയത്തിലാവുകയാണ്. രാജു കടയിലേക്ക് പോകുമ്പോൾ മകനുള്ള മരുന്ന് വാങ്ങുവാനായി ഭാര്യ പറയും. പക്ഷെ അവന്റെ കയ്യിൽ കാശില്ല.
എന്നാൽ വിൽസണിനെ കാണാനെത്തിയ കാമുകിയാണെങ്കിലോ ഉയർന്ന ഉദ്യോഗസ്ഥന് കൊടുക്കുവാനായിട്ട് കാശ് കൊടുത്തിട്ട് വേഗം കടം തീർക്കുവാനായും പറയും. മറ്റൊരു വശത്ത് ലക്ഷ്മിയാണെങ്കിലോ ഒരു തെളിവും കിട്ടാതെ ഇരിക്കുമ്പോൾ വീട്ടിൽ ഗ്യാസ് സിലിണ്ടറുമായി ഒരാൾ വരും. അയാളാണെങ്കിലോ വീട്ടിലെ ടേബിൾ മാറിക്കിടക്കുന്നത് കണ്ട് മുൻപ് ഇത് ഇവിടെയല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മിക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇതുവരെയും കൊല നടന്ന വീട്ടിലൊക്കെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ വരുന്നവർ എല്ലാം നോക്കി വെച്ചിട്ട് പോകും. എന്നിട്ടാണ് കൊല നടത്തിയത് എന്ന സംശയമുണ്ടാകുന്നു. സംഭവം അന്വേഷിച്ചപ്പോഴും സത്യമാണ്, എല്ലാ വീട്ടിലും ഗ്യാസ് സിലിണ്ടറും കൊണ്ട് ആള് വന്നിരുന്നു. അവരെ പറ്റി അന്വേഷിക്കുവാനായിട്ട് ലക്ഷ്മി പറയും. മറ്റൊരു വശത്ത് വിൽസൺ ആണെങ്കിലോ കാശുമായി പോകുമ്പോൾ കാർ ആക്സിഡന്റ് ആകും. അത് പാനിപൂരി കടയുടെ മുന്നിലായിരുന്നു നടന്നതും. രാജു ആണെങ്കിലോ വിൽസനെ രക്ഷിച്ചിട്ട് കടയിൽ കൊണ്ടിരുത്തും. വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, അതെടുത്തിട്ട് വരാനായിട്ട് വിൽസൺ പറയുന്നു. രാജു അങ്ങനെ അതെടുക്കാൻ പോകുമ്പോൾ ഡാഷ്ബോർഡിൽ കാശ് കാണും. അവൻ അതെടുത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. മരുന്നൊക്കെ വെച്ച ശേഷം പോകാനിറങ്ങിയ വിൽസൺ ആണെങ്കിലോ കാറിലെത്തി ഡാഷ്ബോർഡ് തുറന്ന് നോക്കിയപ്പോൾ കാശ് കാണുന്നില്ല. രാജുവിന് സംശയം തോന്നിയ വിൽസൺ ആണെങ്കിലോ കാശ് തിരികെ തരാൻ പറഞ്ഞ് അവനെ ഒരുപാടടിക്കും. അത് ഞാൻ തരില്ല, എൻ്റെ മകന്റെ ഓപ്പറേഷന് വേണമെന്ന് പറഞ്ഞ് രാജു കെഞ്ചും. എന്നാൽ വിൽസൺ ആണെങ്കിലോ അവനെ തല്ലിയതിൽ തറയിൽ വീണ് കല്ലിൽ തലയിടിച്ച് രാജു മരിച്ചു പോകുന്നു. വിൽസൺ ആകെ പേടിയായി, കാരണം അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ അതൊന്നും. അപ്പോൾ അവിടേക്ക് ലക്ഷ്മിയുടെ അച്ഛൻ നൈറ്റ് പെട്രോളിങ്ങിനായി എത്തും. അത് കാണുന്ന വിൽസൺ ആണെങ്കിലോ അടുത്തുള്ള ടാർപ്പ് വെച്ച് ഡെഡ് ബോഡി മൂടിയ ശേഷം ഒന്നും അറിയാത്ത മട്ടിലിരിക്കും. ലക്ഷ്മിയുടെ അച്ഛൻ അവിടെ എത്തി രാജു എവിടെയെന്ന് ചോദിക്കുമ്പോൾ വെള്ളമെടുക്കാൻ പോയെന്ന് വിൽസൺ കള്ളം പറയുന്നു. എന്നാൽ ശരി, രാജു വരുമ്പോൾ സമയം കഴിഞ്ഞ് വേഗം കട ക്ലോസ് ചെയ്യുവാനായും പറഞ്ഞിട്ട് പോകുന്നു. ലക്ഷ്മിയുടെ അച്ഛന് വിൽസൺ പുതുതായി ജോയിൻ ചെയ്ത പോലീസ് ഓഫീസർ ആണെന്ന് അറിയില്ല. കാരണം അവരാരും വിൽസനെ കണ്ടിട്ടില്ലല്ലോ. ലക്ഷ്മിയുടെ അച്ഛന് പോലും കുറച്ചു ദൂരം ചെന്നപ്പോൾ സംശയം തോന്നുന്നു. കടയിൽ വെള്ളമുണ്ട്, പിന്നെ എന്തിന് രാജു വെള്ളമെടുക്കാൻ പോയി എന്ന സംശയമുണ്ടായി വീണ്ടും തിരികെ പോകും. അതേസമയം വിൽസൺ ആണെങ്കിലോ രാജുവിന്റെ ഡെഡ് ബോഡി അവിടെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച് വിൽസൺ തന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റ് വരെ ഇളക്കി കളഞ്ഞിട്ട് ഡെഡ് ബോഡി ഡിക്കിയിൽ ഇട്ടിട്ട് പോകുന്നു. കാറ് പോകുന്നത് ലക്ഷ്മിയുടെ അച്ഛൻ കാണും. അച്ഛനാണെങ്കിലോ കാറിനെ ഫോളോ ചെയ്യും. അതേസമയം ലക്ഷ്മി ആ ഗ്യാസ് കൊണ്ടുവന്നവനെ കണ്ടെത്തിയിരുന്നു. പോലീസ് അന്വേഷണവും ആരംഭിച്ചു. പോലീസ് അവനെ അന്വേഷിക്കുന്നത് മനസ്സിലാക്കിയ ആ ഒരു ഡെലിവറി ബോയ് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. പോലീസും പിന്നാലെയുണ്ട്. അവനെ പിടിക്കാനായിട്ട് ചെക്ക് പോസ്റ്റിലും ആളുണ്ട്. അതേസമയം തന്നെ വിൽസണും ചെക്ക് പോസ്റ്റിലെത്തും. ആകെ ടെൻഷനായി വിൽസന്, കാരണം ഡെഡ് ബോഡി ഡിക്കിയിലുണ്ടല്ലോ. എന്നാൽ അവിടെ വെച്ച് വിൽസണിനെ മനസ്സിലായ ഒരു പോലീസ് ഓഫീസർ വിൽസണിനൊപ്പം കാറിൽ കയറി പോകും. അതെല്ലാം കണ്ട് പിന്നാലെ ലക്ഷ്മിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. എന്നിട്ട് റെഡ് കളർ കാർ പരിശോധിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വിൽസന്റെ കാറാണെന്ന് കരുതാതെ മുൻപേ പോയ റെഡ് കാറാണെന്ന് കരുതി പരിശോധിച്ചെന്ന് പറയും. പോകും വഴിയിൽ ഓഫീസറിന് ഒരു സിഗരറ്റ് വലിക്കാനായിട്ട് വിൽസൺ കാറ് നിർത്തും. അതേസമയം കാറിൽ നിന്നും ബ്ലഡ് വീണുകൊണ്ടേയിരിക്കുകയാണ്. വിൽസൺ തനിക്ക് പോകണം, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ ആ ഒരു ഓഫീസർ കാറ് പോയപ്പോൾ അവിടെ രക്തം കിടക്കുന്നത് കാണും. സംശയം തോന്നിയ അയാളാണെങ്കിലോ പിന്നാലെ ബൈക്കിൽ പോകും. അതെല്ലാം മാറി നിന്ന് ലക്ഷ്മിയുടെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. മറ്റൊരു വശത്ത് കൊലയാളിയാണെങ്കിലോ ഒരു കെട്ടിടത്തിൽ കയറിയതിനാൽ ലക്ഷ്മിയും കൂട്ടരും അവനെ പിടികൂടുവാനായും എത്തുന്നു. ആ കെട്ടിടം ആകെ വളയും. അവസാനം കൊലയാളി അവരുടെ പിടിയിലാവുകയാണ്. അവൻ അങ്ങനെ കുറ്റവും സമ്മതിക്കും. ഇത്രയും തെറ്റ് ചെയ്തതിനാൽ അവനെ എൻകൗണ്ടർ ചെയ്യുകയാണ് ലക്ഷ്മി. എന്നാൽ വിൽസൺ ആണെങ്കിലോ രാജുവിന്റെ ഡെഡ് ബോഡി കത്തിക്കുവാനായിട്ട് കാട്ടിലേക്ക് എത്തും. ഡെഡ് ബോഡിയിൽ പെട്രോൾ ഒഴിക്കുമ്പോൾ വിൽസണിനെ ഫോളോ ചെയ്തെത്തിയ ആ ഒരു പോലീസ് ഓഫീസർ നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കയ്യബദ്ധം പറ്റി, എന്റെ കാശ് രാജു എടുത്തു, ഞാനത് ചോദിച്ച് തർക്കമായപ്പോൾ അവൻ താഴെ വീണ് കല്ലിൽ തലയിടിച്ച് മരിച്ചു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്ന് വിൽസൺ പറഞ്ഞ് കരയുകയാണ്. അതെല്ലാം കേട്ട ആ ഒരു ഓഫീസർ ഇതാണോ അതിനുള്ള വഴി, നിയമപരമായി നേരിടുവാനായും ആ ഒരു ഓഫീസർ വിൽസണിനോട് പറയും. അപ്പോൾ അവിടേക്ക് ലക്ഷ്മിയുടെ അച്ഛൻ വരികയാണ്. ലക്ഷ്മിയുടെ അച്ഛൻ കാര്യം തിരക്കുമ്പോൾ അവർ കാര്യം തുറന്നു പറയും. നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് ലക്ഷ്മിയുടെ അച്ഛൻ പറയുമ്പോൾ വിൽസണും പോലീസുകാരനും എതിർക്കും. അറിയാതെ പറ്റിപ്പോയതല്ലേ, രക്ഷിക്കണമെന്ന് പറയുന്ന സമയം ലക്ഷ്മിയുടെ അച്ഛന്റെ ഡ്രൈവർ ആണെങ്കിലും ലക്ഷ്മിയെ വിവരമറിയിക്കുവാനായി പോകുമ്പോൾ വിൽസണൊപ്പമുള്ള പോലീസ് അത് തടഞ്ഞ് അവർ തമ്മിൽ പിടിവലിയായി. അവർ 3 പേരും പെട്രോൾ ക്യാനിന് മുകളിലേക്ക് വീഴുന്നു. ഉടനെ തന്നെ തീ പടർന്ന് അവർ മരണപ്പെടും. അതെല്ലാം കണ്ടുകൊണ്ടു നിന്ന വിൽസൺ രക്ഷപ്പെട്ടു പോവുകയാണ്. രാജുവിന്റെ ഡെഡ് ബോഡി ഉൾപ്പെടെ കത്തി. വിൽസൺ ആണെങ്കിലോ ഒരു കൊലപാതകം മറയ്ക്കാൻ 3 പേരെ കൊന്നു എന്നോർത്ത് കരയും. അതേസമയം ലക്ഷ്മിയുടെ അച്ഛന്റെ ജീപ്പിന്റെ ലൊക്കേഷൻ വെച്ച് ഒരു പോലീസ് അവിടെ എത്തുകയാണ്. ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചിട്ടില്ലായിരുന്നു. ലക്ഷ്മിയുടെ അച്ഛൻ പകുതി വെന്ത അവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിലേക്കും എത്തിക്കും. ലക്ഷ്മിയെ കണ്ട് കുറച്ച് സംസാരിച്ചതും അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു.
നേരം വെളുക്കുമ്പോൾ അച്ഛനെ കൊന്നവനെ കണ്ടെത്തണമെന്ന വാശിയായി ലക്ഷ്മിക്ക്. അതിനായി നിയമിച്ച ഗ്രൂപ്പിൽ വിൽസണും ഉണ്ടായിരുന്നു. ലക്ഷ്മി മുമ്പ് എൻകൗണ്ടർ ചെയ്തത് ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഗുണ്ടയുടെ സഹോദരനെയായിരുന്നു. അയാൾക്കാണെങ്കിലും ലക്ഷ്മിയെ കൊല്ലണമെന്ന വാശിയായി. വിൽസണിനോടുള്ള ദേഷ്യവും പ്രതികാരവുമൊക്കെ കുറച്ചു നേരത്തേക്ക് അയാൾ മാറ്റിവെച്ചു. ലക്ഷ്മിക്ക് ഒരു ലീഡ് കിട്ടുകയാണ്. അച്ഛൻ മരിക്കും മുമ്പ് ഒരു റെഡ് കളർ കാറിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ കാറ് കണ്ടെത്തുവാനായും തീരുമാനിക്കും. CCTV ഫുട്ടേജൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ലക്ഷ്മി പറയുമ്പോൾ വിൽസൺ ആണെങ്കിൽ മറ്റു പോലീസുകാർക്ക് മുൻപ് അവിടെ എത്തി ഫുട്ടേജൊക്കെ റിമൂവ് ചെയ്തിരുന്നു. പോലീസിന് നല്ല ഡൗട്ട് ഉണ്ടാകുന്നു. ഡിപ്പാർട്ട്മെന്റിലുള്ള ആരോ ആണ് അതിന് പിന്നിലെന്ന് അവർക്ക് മനസ്സിലാകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ചതൊരു നോർത്ത് ഇന്ത്യൻ ആണെന്ന് ലക്ഷ്മി അറിയുകയാണ്. സംശയം തോന്നിയ ലക്ഷ്മി പാനിപൂരി കടയുടെ അടുത്തെത്തുമ്പോൾ രക്തം പറ്റിയ നിലയിൽ ഒരു ഇല കിട്ടും. അവിടെയാണ് മർഡർ നടന്നതെന്നും മരിച്ചത് രാജുവാണെന്നും ലക്ഷ്മിക്ക് മനസ്സിലാകും. എന്നാൽ വിൽസൺ ആണെങ്കിലോ അവരവിടെ ചർച്ച ചെയ്യുന്ന തെളിവുകളെല്ലാം മനസ്സിലാക്കി അതെല്ലാം നശിപ്പിക്കും. പാനിപൂരി രാജുവിന്റെ മകൻ മരിച്ചു. രാജു മരിച്ച കാര്യം ഭാര്യ അറിയുകയാണ്. കൊലയാളിയെ കണ്ടെത്തിയ ശേഷം മാത്രമേ ഞാൻ പോകൂ. അവനോട് എന്തിനാ എൻ്റെ ജീവിതം തകർത്തു എന്ന് എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞ് രാജുവിന്റെ ഭാര്യ സ്റ്റേഷന് മുന്നിലിരുന്ന് കരയുന്നു. അത് കാണുന്ന വിൽസണിന് സഹിക്കാനായില്ല. കുറ്റബോധം കാരണം വിൽസൺ കരയുകയാണ്. എന്നാൽ CCTV ചെക്ക് ചെയ്യുന്നതിൽ നിന്നും അച്ഛൻ ഫോളോ ചെയ്ത കാറിന് മുന്നിൽ ഒരു കൊന്ത തൂങ്ങിക്കിടക്കുന്നത് ലക്ഷ്മി കാണുന്നു. കൊലയാളി ക്രിസ്ത്യനാണ്. മാത്രവുമല്ല തെളിവെല്ലാം മായ്ക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ ആരോ ആണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലാകും. ഡിപ്പാർട്ട്മെന്റിലെ ക്രിസ്ത്യൻ ആയിട്ടുള്ളവരുടെ പേര് നോക്കുമ്പോൾ വിൽസൺ മാത്രമാണുള്ളത്. വിൽസൺ ആണ് അതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മിക്ക് വിൽസണിനോട് വല്ലാത്ത ദേഷ്യമുണ്ടാകുന്നു. ഒരു സ്ഥലത്ത് വിൽസണിനെ ലക്ഷ്മി വിളിച്ചു വരുത്തും. ലക്ഷ്മിയാണെങ്കിലോ വിൽസണിന് അടുത്തേക്ക് നടന്നു ചെന്നിട്ട് ഒരു അടി കൊടുക്കുകയാണ്. വിൽസണിന് താൻ പിടിക്കപ്പെട്ടു എന്ന കാര്യം മനസ്സിലായി. ഞാൻ ഒന്നും ചെയ്തില്ല മാഡം എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ പോലീസുകാരാണെങ്കിലോ വിൽസണിനെ തല്ലിച്ചതയ്ക്കും. അപ്പോൾ അവിടേക്ക് ഒരു കുപ്പി വീണ് തീ കത്തുകയാണ്. കാരണം ആ ഗുണ്ടയും ടീമും ലക്ഷ്മിയെ കൊല്ലുവാനായിട്ട് അവിടെ വന്നു. നിങ്ങളോടൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ എൻ്റെ അനിയനെ എൻകൗണ്ടർ ചെയ്ത് കൊന്നു. അതുകൊണ്ട് അവളെ എനിക്ക് കൊല്ലണമെന്ന് മറ്റു പോലീസുകാരോട് പറഞ്ഞ് ലക്ഷ്മിയെ ഉപദ്രവിക്കുവാനായി ഒരുങ്ങും. എന്നാൽ വിൽസൺ ആണെങ്കിലോ അവരെ എല്ലാം തല്ലി ലക്ഷ്മിയെ രക്ഷിക്കും. അടുത്ത ദിവസം വിൽസണിനെ ജയിലിലേക്ക് മാറ്റുകയാണ്. ആരെയും കൊന്നില്ലെങ്കിലും നടന്ന സംഭവം നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാതെ എല്ലാം ഒളിപ്പിച്ചു, തെളിവ് നശിപ്പിച്ചു. അത് വലിയൊരു കുറ്റമല്ലേ? വിൽസണിനെ കാണാൻ കാമുകിയുണ്ടായിരുന്നു. നിറകണ്ണുകളുമായി അവൾ വിൽസണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വിൽസൺ ജയിലിലേക്ക് പോയി. ലക്ഷ്മിയാണെങ്കിലോ തൻ്റെ അച്ഛനെ ഓർത്ത് വീട്ടിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അച്ഛൻ്റെ ഓർമ്മകൾ അടങ്ങിയ ആ വീടിനെ നോക്കി നിൽക്കുന്ന ലക്ഷ്മിയെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.